ആളെൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അമ്മ എയർഫോഴ്സിലായിരുന്നു, അച്ഛനെന്തോ വലിയൊരു ജോബായിരുന്നു. ഞാൻ മറന്നു, അതും ഗവൺമെൻറ് ജോബാണ്, സെൻട്രൽ ഗവൺമെൻറ്. എന്തായിരുന്നു ജോലി എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ മിലിറ്ററിയിലാണ്. ഇടയ്ക്കൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് യാത്രകൾ എപ്പോഴും നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ അത് ചില കാഴ്ചകളായിട്ടായിരിക്കാം, ചിലപ്പോൾ ചില മനുഷ്യരായിട്ടായിരിക്കാം. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് ഒരു ബൈക്ക് യാത്ര പോയി. ഞാനും എൻ്റെ റൂംമേറ്റ്സ് ആയിട്ടുള്ള രണ്ടാൾക്കാരും കൂടി 3 ബൈക്കിലായിരുന്നു യാത്ര പോയത്. അപ്പോൾ സാധാരണ ഞങ്ങൾ ബൈക്കിൽ പോകുമ്പോൾ എപ്പോഴും ഒരു 100 കിലോമീറ്റർ ഓടുമ്പോൾ അല്ലെങ്കിൽ ഒരു 1 അവർ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നിർത്തി ചായ കുടിക്കാറുള്ള ഒരു പതിവുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റ് ചെന്നൈക്ക് പോകുന്ന റൂട്ടിൽ വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് എത്തിയപ്പോൾ ചായ കുടിക്കാൻ നിർത്തി. ഒരു സാധാരണ ചായക്കട, നമ്മുടെ നാട്ടിലൊക്കെ പെട്ടിക്കട അല്ലെങ്കിൽ തമിഴ്നാട് സൈഡിലൊക്കെ പോകുമ്പോൾ ചെറിയൊരു കടകൾ കാണുമല്ലോ, അത്തരത്തിലൊരു കട. ഒരാളവിടെ ചായ ഉണ്ടാക്കുന്നു, അവിടെ സോഡയുണ്ട്, പിന്നെ സർബത്ത്, അങ്ങനെ എന്തൊക്കെയോ 2-3 സാധനങ്ങളുള്ളൂ, സാധാരണ ഒരു പെട്ടിക്കട. അപ്പോൾ നമ്മളവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും കണ്ട് അത്യാവശ്യം തണലും കണ്ടുകൊണ്ട് അവിടെ നിർത്തി. അപ്പോൾ നമ്മൾ സാധാരണ പോലെ ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിൽ കയറിയിരുന്നു. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ബില്ല് കൊടുക്കാൻ ഇങ്ങനെ പൈസ ചോദിച്ചപ്പോൾ അന്നേരത്തെ ആളിങ്ങനെ സംസാരിച്ചു. എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ചെന്നൈക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ചോദിച്ചു ചെന്നൈയിൽ എവിടേക്കാണെന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്ക് സ്ഥലം കൃത്യമായിട്ട് അറിയില്ല, ലൊക്കേഷൻ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് ഫോണിൽ ഗൂഗിൾ മാപ്പിൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല, ഞാൻ ചെന്നൈയിലാണ് സ്ഥലം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി, ചെന്നൈയിലുള്ള ആൾ എങ്ങനെയാണ് വലിയൊരു എത്തിയത്, അത് ഇങ്ങനത്തെ ഒരു ചെറിയ കട കണ്ടു കഴിഞ്ഞാൽ ആളുടെ വീട് ഇവിടെയാണെന്നുള്ള ഒരു നാട്ടുപ്രദേശത്ത് ആ പ്രദേശത്ത് താമസിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നു. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ജോലി കിട്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. ഓക്കെ, ഭാര്യയ്ക്ക് ജോലി കിട്ടി, അപ്പോൾ എന്താ ജോലി ചോദിച്ചു. ടീച്ചറാണ്, ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി കൂടി. ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അമ്മ എയർഫോഴ്സിലായിരുന്നു, അച്ഛനെന്തോ വലിയൊരു ജോബായിരുന്നു. ഞാൻ മറന്നു, അതും ഗവൺമെൻറ് ജോബാണ്, സെൻട്രൽ ഗവൺമെൻറ്. എന്തായിരുന്നു ജോലി എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ മിലിറ്ററിയിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പിന്നെ ആളെൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ സംസാരിച്ചു തുടങ്ങി. ഞാൻ BA മെക്കാനിക്കലായിരുന്നു, കുറേ കാലം വർക്ക് ചെയ്തു. ജോലിൻ്റെ സ്ട്രെസ്സ് കാരണം ഇപ്പോൾ BP, ഷുഗർ എല്ലാ സാധനവും ഉണ്ട്, ഞാൻ ഒക്കെ നിർത്തി. ഇപ്പോൾ ഈ ജോലി ചെയ്യണു. ഈ ജോലിക്ക് ഭയങ്കര ഒരു സമാധാനമുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ മൂപ്പര് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു എന്താ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു IT തീരെ സ്ട്രെസ് ഇല്ലാത്ത ജോലിയാന്ന് പറഞ്ഞു. അപ്പോൾ ആള് അങ്ങനെയൊന്നുമല്ല, നല്ല സ്ട്രെസ്സുള്ള ജോലിയാണ് IT എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് കുറച്ച് നേരം. അത് ഞങ്ങൾ അവിടെ നിന്ന് പോയി. അതിനുശേഷം പോയി നമ്മൾ ചെന്നൈ പോയി തിരിച്ചു വരുന്ന വഴിക്കും എനിക്ക് ആളുടെ മുഖം, ആളുടെ ആ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, അതാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ആളെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആ ആളെ കണ്ടപ്പോൾ ആളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചൊരു സാധനമുണ്ട്. അത് വരുമാനത്തിന് വേണ്ടി, ശരിയാണ് അന്നത്തെ വരുമാനത്തിന് വേണ്ടിയാണ് ആൾ പണിയെടുക്കുന്നത്, എങ്കിലും അത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന് ഞാൻ ചിന്തിച്ചതെന്ന് ആളുടെ ഒരു നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അതായത് അത് സ്ട്രെസ്സാണ്, ആളുടെ ലൈഫും ആളുടെ സന്തോഷവും പീസ്ഫുൾ ആയിട്ട് ജീവിക്കണം എന്ന് ഇതിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ചെറിയൊരു കടയാണെങ്കിൽ അത് തുടങ്ങി ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരാൾ. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെ നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്, നമ്മുടെ ജോലി അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ശമ്പളം ഒരു കൈൻഡ് ഓഫ് ഡ്രഗ് ആണ്. നമ്മളൊരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടി തടയുന്ന ഒരു സാധനം അതാണ്. അത് എത്ര സിമ്പിളായിട്ടാണ് അത് ഇട്ടെറിഞ്ഞിട്ട് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പീസ്ഫുൾ ആയൊരു ജോലി നോക്കുന്നത്.